മിക്കവരുടെയും ജീവിതത്തിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പരാതിയായിരിക്കും, ഇതെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്തുകൂടെയെന്ന്. കുടുംബജീവിതത്തിലാകാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാകാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാകാം. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കില്ല. എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആലോചിച്ചു പോകും, മറ്റു പലർക്കും പറ്റുന്നുണ്ടല്ലോ, എന്നെക്കൊണ്ട് മാത്രം ഇത് സാധിക്കാത്ത എന്താണെന്ന്. കാരണം വളരെ ലളിതമാണ്, നമ്മളത് ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ്. മിക്കവരും വളർന്നു വരുന്നത് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് നോക്കാം. ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടു വളരുന്ന കുട്ടികൾ, അവരുടെ സ്നേഹലാളനങ്ങളും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയും ഇതെല്ലാം കണ്ടു വളരുന്ന കുട്ടികളിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ തൻ്റെ ഇണയോട്, പാർട്ട്ണറിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു റോൾ മോഡൽ അവിടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചായിരിക്കും അവരവരുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത്. അവരുടെ ജീവിതം ആ ഒരു കാലഘട്ടം എത്തുന്ന സമയത്ത് അവരുടെ പ്രവൃത്തിയിലേക്ക്, ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഡേറ്റയുണ്ട്. ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ വീട് വളരെ വൃത്തിയായി സൂക്ഷിക്കണം, അടുക്കും ചിട്ട, ചില സ്ത്രീകളിലൊക്കെ നമുക്ക് കാണാറുണ്ട്, പുരുഷന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ അവരുടെ കുട്ടിക്കാലത്തുനിന്ന് ഈ ഒരു രീതി അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പം അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും അവർ അറിഞ്ഞിട്ടുള്ള ഒരു അറിവിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കും. ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക. ഇപ്പം മിക്കവരും ദാമ്പത്യത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പിൽ ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ വന്ന് കൂടെ ഇരിക്കണം, അടുത്തിരിക്കണം, എന്നോട് സംസാരിക്കണം, എന്നോട് ഈ രീതിയിൽ പെരുമാറണം എന്നൊക്കെ. പ്രത്യേകിച്ച് നമുക്കൊരു കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനൊന്നും ഒരിക്കലും ഒരു റോൾ മോഡലോ കാര്യങ്ങളോ കിട്ടാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അങ്ങനെ ഒരു വലിയ ധാരണയില്ലാത്ത ഒരു വ്യക്തിക്ക് ഇതെല്ലാം അങ്ങനെ ചെയ്തു കൊള്ളണമെന്ന് നിർബന്ധമില്ല. സ്നേഹപ്രകടനങ്ങളാവാം, വീട്ടിലെ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ അടുക്കളയിലേ ആകാം, അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും നമ്മളുടെ ഒരു പങ്കാളിത്തം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നതിന് നമുക്കൊരു റോൾ മോഡൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. ഇതില്ലാത്തിടത്തോളം കാലം ആവശ്യങ്ങൾ പറഞ്ഞ് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുക. ഇപ്പം നമുക്ക് ആ ഒരു കാര്യം അറിയില്ല, പക്ഷെ ചിലപ്പോൾ പറഞ്ഞു തന്നാൽ മനസ്സിലാകും, ഇത് ഇന്നതാണ്, ഇന്നത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടായിരിക്കും. അത് ഒരൊറ്റ ദിവസം പറഞ്ഞതുകൊണ്ടായില്ല. കാരണം ഒരുപാട് കാലഘട്ടത്തിലത്തെ, ഒരുപാട് കാലത്തെ ഒരു വലിയൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ബിഹേവിയറിനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷനിങ് അവിടെ ആവശ്യമാണ്. പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ ചില നേരങ്ങളിൽ ഇപ്പം നമ്മളൊരു തവണ പറഞ്ഞു, ആ പ്രവൃത്തി അവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇപ്പം ചിലരൊക്കെ മിക്കവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, ഒരു ദിവസം ചെയ്തു, അതോടുകൂടി തീർന്നു, അതോടുകൂടി അവസാനിച്ചു, പിന്നീട് അത് ചെയ്യില്ല എന്നൊക്കെ ഉള്ള നെഗറ്റീവ് സ്ട്രോക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ഈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനസ്സിനെ കൂടെ അവിടെ ഇല്ലാതാക്കുകയാണ്. ആ വ്യക്തിയിൽ അങ്ങനെ ഒരു കണ്ടീഷൻ രൂപപ്പെടുവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ജോലി, ഇപ്പോൾ ചില വ്യക്തികളിൽ ഇൻബോൺ ആയിട്ട് ടാലൻ്റ് ഉണ്ടായിരിക്കും, പക്ഷെ ആ വ്യക്തിക്ക് അത് ചെയ്ത് ഫലിപ്പിക്കാൻ അറിയില്ല. ഇപ്പോൾ ഒരു ബോസ് ആ വ്യക്തിയോട് പറയുകയാണ്, നീ ഇന്ന കാര്യം ഇതുപോലെയൊക്കെ ചെയ്യണം, നിനക്ക് അതിനുള്ള കഴിവുകളുണ്ട്. ഓരോ തവണ ആ വ്യക്തി അറ്റ്ലീസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ കൊടുക്കുകയും ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വ്യക്തിയിലെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, ആ കഴിവിനെ ഒന്നും കൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ആവശ്യമുണ്ട് ഒരു കാര്യം, അത് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് തുറന്നു പറയുക, എൻ്റെ ഉള്ളിലെ ആവശ്യം ഇന്നതാണ്. അതല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവ്യദൃഷ്ടി ഒരു മനുഷ്യരിലും ഇല്ല. ഒരു വ്യക്തി മറ്റു കുടുംബങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്നൊരു വ്യക്തിക്ക് ഇന്നൊരു ക്വാളിറ്റി ഉണ്ട്, നിനക്ക് എന്തുകൊണ്ടതില്ല എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല. ഈ ഒരു കമ്പാരിസൺ ശരിക്കും അനാവശ്യമാണ്. ഏതൊരു വ്യക്തിക്കും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആ വ്യക്തിയോട് നമ്മുടെ ആവശ്യം വെർബലി പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ആ വ്യക്തി മനസ്സിലാകുന്നിടത്തോളം കാലം അത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുക. ചെറുതായിട്ട് ആ വ്യക്തിയിൽ മാറ്റങ്ങൾ കാണുമ്പോൾ അതിനെ ഒന്നൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് അപ്രിഷ്യേറ്റ് ചെയ്ത് ആ വ്യക്തിയിൽ ആ ഒരു തീരുമാനവും മാറ്റവും ഫിക്സ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്, ചില വ്യക്തികളിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനായിട്ടുള്ളൊരു പ്രത്യേകിച്ച് ഒരു മാനസികാവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ആ വ്യക്തിയെ മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല. ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ നമ്മളോടൊരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആവശ്യത്തിനോട് ആ വ്യക്തിയുടെ ഒരു സഹകരണം കൂടെ നമുക്ക് ആവശ്യമാണ്. ആ വ്യക്തിയിൽ ഒരു
ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്. ഓക്കെ, താങ്ക് യു.